ഇതാണ് ഞാനും ഒരു ട്വിസ്റ്റ് നോക്ക്. എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണണം കണ്ണും കാണാൻ വരുന്നുണ്ട്. ഹായ്, ഹലോ ഗായ്സ്. ഞാൻ ആദ്യം റെഡിയായി. ലച്ചു ഭയങ്കര മടിയാണ്, ഉറങ്ങാന്ന് പറഞ്ഞു ഒന്നിച്ചാണ് എണീറ്റത്. എന്നിട്ടാണ് അവള് ഡയലോഗ് ഇരിക്കുന്നത്. എന്നിട്ട് അവളിപ്പോഴും കിടപ്പുണ്ട് ബെഡിൽ തന്നെ. കാണിച്ചുതരാം, കിടക്കണം ഗൈസ്. ശരിക്കും ഞങ്ങളിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും ഞങ്ങള് ലക്സംബർഗിലാണ്. ഇപ്പോഴും ടീക്കോയ്ക്ക് അറിയില്ല ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവളെ കണ്ടിട്ടുണ്ടെന്നും ഇവളുടെ കൂടെ ഞാനുണ്ടെന്നും. എപ്പോഴും വിളിക്കുമ്പം ഇവളെന്നോട് പറയും ടീക്കോ വിളിക്കുന്നുണ്ട് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മിണ്ടാണ്ടിരിക്കും. പക്ഷെ ഇടയ്ക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ മിണ്ടിയുണ്ട്. പക്ഷെ അവന് മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. ബട്ട് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഐഡിയ വെച്ചിട്ട് മനസ്സിലായിട്ടില്ല അല്ലേ പാറു? ഞങ്ങൾ ഇന്ന് ലക്സംബർഗ് ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ സമയം 8:30. 9 മണിക്ക് കാണണം. 9 മണിയോ? 9 8:30 എണീറ്റതാണ്. ഇവിടെ കുളിച്ച് റെഡിയായി, അടുത്ത ആൾ കുളിക്കാൻ റെഡിയായി 9:30 മുന്നേ ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനാണ് എനിക്കുള്ളത്. പെട്ടെന്ന് കുളിച്ചിറങ്ങൂലോ? അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇറങ്ങും 9:30 ഞാൻ റെഡിയാവും. എന്നിട്ട് ഞാൻ വ്ലോഗ് എടുക്കും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് തിരിച്ചു പറയണം കേട്ടല്ലോ. ഒന്നിച്ച് പോരാടണം. മറ്റേ എന്താണ്, ജാഗ്രത വേണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി. ശരി എന്നാ. അപ്പൊ ഞാൻ കുളിച്ചിറങ്ങിയിട്ട് റെഡി ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ റെഡി ആയിരിക്കുന്നു ഗൈസ്. ഇപ്പൊ സമയം കറക്റ്റ് 9:45 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള ഗൈസ്. ഇതിപ്പോൾ ഞങ്ങൾ ബോർഡറിലാണ് നിൽക്കുന്നത്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ബസ് പിടിക്കണം. അത് കഴിഞ്ഞിട്ടൊരു ബസ് പിടിച്ചാൽ നേരെ ലക്സംബർഗ്. അപ്പോൾ ലക്സംബർഗിൽ നമുക്ക് ട്രാവലിംഗ് ഫ്രീ ആണ്. അവിടെ നമുക്ക് ട്രാവലിങ്ങിന് വേറൊന്നും വേണ്ട. ടോട്ടലി ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ് എല്ലായിടത്തും. അതുകൊണ്ട് നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടേഷന് പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ശരി എന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചത്. ഇതൊരു ഫോട്ടോ വെച്ച് വൈബുണ്ട് ഈ സ്ഥലം കാണിച്ചത്. ഒരു ഫോട്ടോ വെച്ച് വൈബില്ലേ ഗൈസ്? ഇനി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫോട്ടോ വെച്ച് വൈബിടിച്ച്. അവിടെ നിന്ന് അങ്ങോട്ടില്ല, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. നമ്മളിവിടെ ആരുടെ കൂടെ നിന്നേന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം നമ്മൾ തിരിച്ചു വരും ലക്സംബർഗിൽ നിന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് കേട്ടോ. ഈ ഒരു ബിൽഡിങ് നല്ല രസമുള്ള ഏരിയ കേട്ടോ. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഗൈഡഡ് ടൂറാണത്. നോക്ക്, ഈ ബിൽഡിംഗ് ഒക്കെ നോക്ക്. ഈ ബിൽഡിംഗ് ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് 30 കൂടുതൽ കിട്ടും. ഇതാണ് ഞാനും ഒരു ട്വിസ്റ്റ് നോക്ക്. എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണണം കണ്ണും കാണാൻ വരുന്നുണ്ട്. ഒന്നിച്ച് കാണണം എന്നായിരുന്നില്ലേ? എനിക്ക് ഇവള് ഹെയർ കെട്ടി തന്നാട്ടോ. നമ്മളിനി എങ്ങോട്ടാ പോകുന്ന? നമ്മൾ ലക്സംബർഗിലേക്ക് പോകുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്ന? നമ്മൾ ലക്സംബർഗിലേക്ക് പോകുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്ന? ലക്സംബർഗിലേക്ക്. നമ്മൾ എങ്ങനെയാ പോകുന്നത്? ബസ്സിന്. ബസ്, കാട്, മല, പിന്നെ കുന്ന്. നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഗൈസ് അവസ്ഥ. നമ്മുടെ ബാഗ് മാറിപ്പോയി. നമ്മൾ എടുക്കണ്ടെന്ന് വെച്ച ബാഗാണ് നമ്മൾ എടുത്തോണ്ട്. അത് മാത്രമല്ല, എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ മറന്നു വെച്ചു. അപ്പം ഇവർക്ക് ഹെഡ്സെറ്റ് എടുക്കണം. ബാഗ് മാറ്റി എടുത്തില്ലെങ്കിൽ അവരെന്നെ കൊല്ലും. നമ്മൾ ബാഗ് എടുക്കാൻ തിരിച്ച് വീട്ടിൽ പോവാം. ഒരു 5 മിനിറ്റ് നടത്തുന്നുണ്ട്. നമുക്ക് 2 മിനിറ്റിൽ ബസ് വരുമായിരുന്നു. ബട്ട് ആ ബസ്സിന് ഇനി പോകാൻ പറ്റില്ല. നമുക്ക് അടുത്ത ബസ്സിന് പോവാം. എന്താണേലും നമുക്ക് ബസ്സുണ്ടല്ലോ. ഇതാട്ടോ നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം. അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൻ്റെയാണ്. അവർക്ക് ഞങ്ങളറിയാം. അപ്പോൾ ഇന്നലെ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം അവർ വരുമ്പം. ഇതായിരുന്നു നമുക്ക് വേണ്ട ബാഗ്. ഇപ്പം നമ്മൾ ബാഗ് മാറ്റി എടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റും കിട്ടി. ഇവള് ഹെഡ്സെറ്റ് എടുക്കാൻ പറഞ്ഞു. സന്തോഷമായില്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞങ്ങളിനി ചെല്ലട്ടെ. ബസ് കയറുമ്പോൾ ഇനി ബാക്കി പറയാം. ആപ്പ് വലിയ ബാക്കി. സോ ഞങ്ങൾ ബാക്കി പറയാലോ. അതെ, ഞാൻ പറയാൻ ഇതാകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ. കാര്യം എന്താ ഞാൻ പറയാൻ തന്നെ ഇരുന്നു. ഇവള് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറയുന്നേ പറഞ്ഞോ. ഞങ്ങൾ ആക്ച്വലി മാപ്പ് ആർക്കും യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് ഞങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല. അപ്പം ഞങ്ങൾ
ഏതെങ്കിലുമൊക്കെ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വാഹനത്തിലെത്തും എന്നാണ് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിടിയില്ല എങ്ങനെയൊക്കെ കൊണ്ടുവന്നു. എനിക്കൊരു കോള് വരുന്നുണ്ട്. വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം. ലക്സംബർഗ് ഇതിനാണ് നമ്മൾ പോകുന്നത്. ഇനി കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്കിവിടെ സീനറി ഉണ്ട്. നമ്മള് ഇതാണ് നമ്മുടെ ഇവിടെ എന്താ ഇവിടെയാണ് ഇവരല്ലേ. ഇതിവിടെ നമ്മള് വിൻഡോ സീറ്റുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫോൺ ഓടിക്കുന്ന എന്തൊരു സീനറിയൊക്കെ കാണാലോ. ഏത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ലെതർ ജീൻസ് അത്. ഇത് തണുപ്പ് വന്ന ഇനി എടുക്കാനുള്ള ഇടാനുള്ള ജാക്കറ്റ്. പിന്നെ ഒരു ജാക്കറ്റ് ഞാനിവിടെ കെട്ടിയിട്ടുണ്ട്. ആ ജാക്കറ്റ് ഇൻ കേസ് ജാക്കറ്റ്. ഇവിടെ ടാക്സ് കൂടുതലല്ലേ? ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീയാ. ടാക്സ് കൂടുതൽ കൊണ്ടാണെന്നാണ് ഇവള് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വെൽത്തിയസ്റ്റ് പീപ്പിൾ ഉള്ള രാജ്യമാണ്. മാത്രമല്ല ഇവിടെ മറ്റേ എന്താണ് ഭയങ്കര സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഭയങ്കര പ്രൈസ്. മറ്റേ പ്രാഡ ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ കൂടുതലുണ്ട് ഇവിടെ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഗൈസ്. ആർക്കും എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് വട്ടം കൂടി വട്ടമേശ സമ്മേളനം നടക്കണം ഗൈസ്. നമ്മളിതുവരെ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി. നമുക്ക് റെയിൽവേ സ്റ്റേഷനാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? വരുന്നു ഒരു കുട്ടി ഇങ്ങനെ ഫൈനലി. അത് സത്യം പറഞ്ഞാൽ വേറെ സ്ഥലത്തെത്തിയ ഫീൽ ഉണ്ട് കേട്ടോ. ലക്സംബർഗ് കാണിച്ചു തരാവേ. ഇതാണ് ലക്സംബർഗിലെ ട്രാം. ഓരോ കൺട്രിയിലെയും ട്രാമും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കളറായിട്ട് നീല, പച്ച, മഞ്ഞ. ഇതാണ് ഇവിടുത്തെ ഒരു ബസ്. ഇത് ഏത് ബസ്സാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. നമ്മളിത് അവിടെയാണ് വന്ന് ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ഉടനെ ഓടി വന്ന് സീറ്റ് പിടിച്ചു. അനു മാതൃകയായി. അനു അപ്പു നാടിന് മാതൃകയായി. ഇവരെങ്ങനെയാണ്? സാന്ദ്രയാണെങ്കിൽ എന്നെ അനുവിനെ അപ്പു എന്ന് തന്നെ വിളിക്കും. സമീന്ദ്രയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അനു എന്ന് വിളിക്കും. എന്താണെന്നറിയില്ല. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പേര് ഇവരെ അഡോപ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പു നമ്മൾ ബസ്സിൽ കയറി. പക്ഷെ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ഞങ്ങളെ മാറിപ്പോകും. ഞങ്ങൾക്ക് ഒരേപോലെ ഉണ്ടോ? ഒരു ബന്ധു ഈ ശാശനെ പോലെയാണോ ഞാൻ ഇരിക്കുന്നത്? അല്ല, ഇതൊക്കെ വരും. പോരാത്തതിന് ഈ സാധനം കണ്ടു. പക്ഷെ ഇതിന്റെ കൂടെ മാച്ചിങ് ഉണ്ടോ? ഇല്ല തോന്നുന്നില്ലേ. ഈ ഗ്ലാസ് നീ ഇത് വെച്ചപ്പോ എല്ലാരും എന്നെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനൊരു പാവമാണ്. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ബാഡിയാക്കാൻ പാടില്ല നിങ്ങളെല്ലാവരും. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, നമ്മളൊരു കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുന്നു ഗൈസ്. ആ കൊടി കാണുമ്പോൾ എന്താ ഫൈനലി നമ്മൾ വന്ന് ഇറങ്ങി. നോക്ക് ലക്സംബർഗിന്റെ കൊടി. ഫൈനലി വി ആർ ഇൻ ലക്സംബർഗ്. നല്ല രസമുണ്ട്. അവിടെ ഒരു കാസിലൊക്കെ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. കുറേ ഫോട്ടോസ് എന്താണേലും കാണും. അതുകൊണ്ട് ആരും ഒന്നും കണ്ടില്ല എന്ന് പരാതി പറയേണ്ടി വരികയില്ല. ഏതായാലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ബിൽഡിങ്സോ അങ്ങനെ എന്തെങ്കിലും മോണ്യുമെൻറ്റ്സ് ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് ഇപ്പം ഇവിടെ ഇതിപ്പോൾ ബിൽഡിങ്സ് ആണ് ഫുള്ള്. പിന്നെ അത്യാവശ്യം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. മിഡിൽ ഇത് നമ്മളിപ്പോൾ ഉള്ളത് ലക്സംബർഗിൻ്റെ എക്സാക്ട് സെൻറ്ററിലാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബട്ട് വണ്ടി കൊണ്ടുള്ള തിരക്കില്ല. കാര്യം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം വണ്ടി കൊണ്ടുള്ള തിരക്കുകളില്ല. കാര്യം മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത്
പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഞാനൊരു കാസിൽ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാം. കാസിലിൻ്റെ അകത്ത് കയറാൻ പറ്റും തോന്നുന്നില്ല, ബട്ട് പുറത്തുനിന്നുള്ള ഫോട്ടോസൊക്കെ ഏതായാലും നമ്മൾ എടുക്കും. ഇതാണ് ഇവിടുത്തെ വണ്ടി. നല്ല കളർഫുള്ളായിട്ടില്ലേ നോക്ക്. ഞങ്ങളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി പോവാം. ഇത് ബ്രിഡ്ജാണോ പാർക്കാണോ അറിയില്ല. ഇതവിടെ ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും. കാണിച്ചു തരാമേ. അവിടെ പോയി ഫോട്ടോ എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. നമ്മൾ ഈ കത്തീഡ്രലിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഒരു ലക്സംബർഗ് സെൻട്രൽ പാർട്ട് എന്നങ്ങനെ പറയുന്നത്. ചർച്ചൊക്കെ നോക്ക്. ഈ ചർച്ചിൻ്റെ മുന്നിൽ വെച്ചാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തത്. നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ കൂടി ഒരു ട്രാം പോകുന്നുണ്ട്. ഇതാണ് ഇത് ഇതിൻ്റെ സെൻട്രലൊരു മോണ്യുമെൻ്റ് ആണ് കേട്ടോ. ഗൈസ്, ഇതിൻ്റെ മുന്നിൽ ഒരു ലോഡ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് ദി യൂറോപ്പാ. അങ്ങനെ ബ്യൂട്ടിഫുൾ ബാൽക്കണി ആണോ എന്ന് അറിയില്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് ദി യൂറോപ്പാണ്. ലെറ്റ്സ്. അതെ, നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല കാണാണ്ട്. നമുക്ക് തോന്നില്ലെങ്കിലോ ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇല്ല, നമ്മളിപ്പോൾ കണ്ട അവിടുത്തെ ഒരു ബാൽക്കണി വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റീലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെന്താ, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇത്ര നേരം കൊണ്ട് ഞങ്ങൾ ചെയ്തത്. ഇനി ഫുഡ് കഴിക്കണം, ആ ബ്യൂട്ടിഫുൾ ബാൽക്കണി പറയപ്പെടുന്ന സ്ഥലത്ത് പോയി കാണണം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അതിന് പിന്നെ റിട്ടേൺ ട്രെയിനല്ലേ. സ്റ്റേ ചെയ്ത് അടുത്ത് ഒന്നും കൂടി പോകണം. അവിടെ കുറേ ബാഗൊക്കെ എടുക്കണ്ടേ, എല്ലാം അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതുമല്ല അവിടുത്തെ കുറച്ച് പിള്ളേരുണ്ട്, അവർ അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മളെ നല്ല രീതിയിൽ നോക്കി, ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. മൈൻഡ് പിള്ളേരായിരുന്നു, കിടിലും പിള്ളേർ. ഞാൻ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എനിക്കറിയില്ല, അവർ വന്നിട്ടുണ്ടാവും എന്നറിയില്ല. അവരിവിടെ ഹൗസ് ബിൽഡിംഗ് പഠിക്കുകയാണ്. അവർ തിരിച്ച് ഞങ്ങൾ ചെല്ലുമ്പം വീട്ടിൽ റൂമിലുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം. അവർ മൈൻഡായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ഇന്നലെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ വന്നത് ഒരു 10 മണിയായിട്ടാണെന്ന് തോന്നുന്നു. ഒരു 9 മണിക്ക് മുന്നേ വന്നു ഞങ്ങൾ. ശരിയാ, 10 ആയിട്ടില്ല. അപ്പം തുടങ്ങിയ സംസാരമാണ്. ഞങ്ങളുടെ സംസാരം തീർന്നപ്പം 1 മണിയായി. ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന 1 മണിക്കാണ്. എന്നിട്ട് രാവിലെ 7 മണിയായപ്പോൾ എണീറ്റു. പിള്ളേർക്ക് അതിന് മുമ്പേ ക്ലാസ് ഉണ്ടായിരുന്നു. അവർ 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അവർക്കാണേ അവരത്രയും പരിപാടിയൊക്കെ ചെയ്തു. ഞങ്ങൾ ചെന്നപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു, റൂമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിടക്കാനുള്ള ബെഡൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, ഇതാണ് ലക്സംബർഗ് സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ലൈറ്റില്ല, എന്താണ് പ്രശ്നം. 2 സൈഡും ബിൽഡിങ്ങാണ്. പിന്നെ ബാൽക്കണി കാണിച്ചു തരാം. ഇവിടെയാണ് വന്നത്. ഇതിപ്പോൾ എവിടെയാണ്, ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ചുറ്റിനും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലാണ്, എക്സാക്ട് സെൻറ്ററിലാണ് ഇപ്പോൾ. ലബൂബു 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 വേണോ? വേണ്ട, എനിക്ക് അതിനോട് വലിയ ക്രേസ് ഇല്ല കേട്ടോ. എല്ലാവരും വിശ്വസിക്കും. എന്താണ് ലബൂബു വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ബ്രോ ഇതെന്താ നമ്മൾ എപ്പോഴും കണ്ടുമുട്ടുന്ന ഞങ്ങള് ഇപ്പൊ കണ്ടാട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫ്ലൈറ്റ് വെച്ച് കിട്ടിയത് അതാണ്. ഞങ്ങള് വഴി വെച്ച് ഇവനെ കണ്ടാട്ടോ. എന്നിട്ട് ഇപ്പൊ ഫുള്ള് വർത്താനായിട്ട് സമയം പോണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് സംസാരിച്ച് സമയം പോണേ അറിയുന്നില്ല. ഇപ്പൊ റിഗ ഇനിയിപ്പോ ഞങ്ങള് കൊറേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് കൊറേ ട്രിപ്പിനി കാണാൻ പറ്റും. നമ്മളുണ്ടല്ലോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് ദി യൂറോപ്പ് കാണാൻ പോവാണ്. ഓ ശരിയാണ്, ബ്യൂട്ടിഫുൾ ആണ്. ഇത് നോക്ക്, ഇതിൻ്റെ സൈഡിലുള്ള വേറൊരു പാരലായിട്ടുള്ളൊരു ബ്രിഡ്ജാണേ. ഇതാണ് നമ്മൾ വന്ന വഴി. 2 സൈഡിലും നെറ്റ് എന്തോ ആണ് കവർ ചെയ്തേക്കുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ വ്യൂ.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തോന്നാനുള്ള നമുക്കവിടെ ഗ്ലാസിൻ്റെ സൈഡിൽ ഗ്ലാസ് അവിടെ പോയി ഞാൻ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വ്യൂ, ബട്ട് ഇറ്റ്സ് റിയലി ഓസം. ലുക്ക് അറ്റ് ദിസ്. നോക്ക്, ഇതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് ദി യൂറോപ്പ്. എന്ത് ഭംഗിയാലേ. നോക്ക്, ഇവിടെ ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പേടിയുണ്ട്. ഇല്ല നിക്ക്. ഓക്കെ ഗൈസ്, നമ്മള് നോക്ക്, നമ്മൾ ഇതിന്റെ അതിലോട്ട് ഒരു ലോഡ് താഴത്തോട്ടുണ്ട് കേട്ടോ. പേടിയാവുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം കയറി വന്നതും താഴത്തോട്ട് നോക്കിയില്ല. ഞാൻ ആദ്യം വന്ന ഉടനെ ഇങ്ങോട്ട് കയറി അങ്ങ് അറ്റത്ത് പോയിരുന്ന ഫോട്ടോ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് നോക്കുന്നത്. അപ്പോഴും മനസ്സിലായി താഴത്തോട്ട് അത്രയോ ദൂരം ഉണ്ട്. നോക്ക്, ഈ ഒരു ലെങ്ത് താഴത്തോട്ട് ഫുള്ളൊന്നുമില്ല. അതൊരു ഗ്ലാസ് ബ്രിഡ്ജുമാണ്. വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതിന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് യൂറോപ്പ് എന്ന്, ബാൽക്കണി വ്യൂ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. നോക്ക്, ഇതായിരുന്നു നമ്മൾ പോയി വന്ന വഴി. നമ്മളിവിടെ അടുത്തുള്ളൊരു പാർക്കിലോട്ടാണ് പോകുന്നത്. കാണിച്ചു തരാവേ. അവിടെ ഒരു കൂട്ടം ആൾക്കാർ വീഡിയോസ് എടുക്കുന്നു. ഇതാണ് നമ്മുടെ പാർക്ക്. ഭംഗിയുള്ളൊരു പാർക്ക്. നോക്ക് ഗൈസ്, മരം തലകുത്തനെ വെച്ചേക്കുന്നു. നീ അതിപ്പോ സാധാരണ കണ്ടില്ലേ? ഇവിടെ ഒരു ചെറിയൊരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ കുറേ ഹാബിറ്റാറ്റ്സ് ഉണ്ട്. ഇത് ഹായ്, നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തും. അവിടെ ഒരു ലോഡ് ആൾക്കാർ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുമാതിരിയൊക്കെ കഴിഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ മടുത്തു. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ വ്ളോഗിന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഓരോന്നും. സത്യം പറയാലോ, ഒരു 5-10 മിനിറ്റ് ഞാൻ ബട്ടൺ ഓണാക്കാണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ലക്സംബർഗ് എത്തി, കുറേ ചർച്ച് കണ്ടു, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ബാൽക്കണി ഓഫ് യൂറോപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവണം നിങ്ങൾ. അതൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമാണ്. അത് നല്ല ഭംഗിയുണ്ടായി. അവിടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നേരെ ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് തൊട്ടടുത്തൊരു ചർച്ചുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ആ ചർച്ചിലോട്ടാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു പാർക്ക് കണ്ടു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്നാണ്. അവിടെ അവരെല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ബാഗും കോട്ടും നോക്കി ഇരിക്കുകയാണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഇരുന്നാൽ. ബോറടിയൊന്നുമില്ല. നല്ല തണുത്ത കാറ്റും തണലും കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ലക്സംബർഗിലെ കാഴ്ചകൾ. ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും നമ്മളിപ്പോൾ കണ്ടു. ഇനി ആ ഒരു കത്തീഡ്രലിൽ മാത്രമേ ഇനി പോകാനുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എവിടെയെങ്കിലും പോകുമോയെന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോൾ പോകുന്ന വഴിക്ക് വല്ലയിടത്തും കണ്ടിട്ട് നിന്നാലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ പ്ലാനിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി ഫുഡ് കഴിക്കണം, തിരിച്ചുള്ള ട്രെയിൻ പിടിക്കണം, നേരെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെല്ലുമ്പം അവിടെ നമ്മുടെ കുറച്ച് കമ്പനിക്കാരുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് അവിടുത്തെ അവരെയും കണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. നേരെ തിരിച്ച് വീട്ടിലോട്ടാണ്. ജർമ്മനിയിലെ വീട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എസ്സനിലാണ് കേട്ടോ. അങ്ങനെ എന്തോ സ്ഥലം പേര് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫ്രം ജർമ്മനി ആണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്, കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എസ്സൻ എന്നാണ് ഞാൻ ഇവർ പറയണ കേട്ടേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ ഫോൺ നോക്കിയിട്ടില്ല. റൂട്ട് നോക്കണ കാര്യം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇവർ കുറേ പേര് അവിടെ നിന്ന് ആ ട്രെയിൻ എടുത്തിട്ട് ഈ പാത്ത് പോകണം, ആ പാത്ത് പോകണം, അവിടെ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ വണ്ടിയുണ്ട് ഈ വണ്ടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ട്രെയിൻ കയറുന്നുണ്ട്, ബസ് കയറുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ബസ് കയറുന്നുണ്ട്, പിന്നെയും ട്രെയിൻ കയറുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് റൂട്ട് അറിയാം, എനിക്ക് റൂട്ട് അറിയാൻ പാടില്ല. എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കാനേ നിന്നിട്ടില്ല. കാര്യം കുറേ കോംപ്ലിക്കേഷൻസാണ്. അത്യാവശ്യം സ്ഥലമെങ്കിലും അറിയണം നമുക്ക് പോകാൻ, എന്നാലേ അത് നോക്കിയിട്ട് കാര്യമുള്ളൂ. പിന്നെന്താ, ജർമ്മനി ഞാൻ വിചാരിച്ച പോലെ അല്ല, ലാറ്റ്വിയനേക്കാളും വലുതാണ്. ലാറ്റ്വിയ എന്ന് പറയുന്ന ചെറിയൊരു കൺട്രിയാണ്. നമ്മുടെ ലാറ്റ്വിയയിൽ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ലാറ്റ്വിയയുടെ എത്താം. പക്ഷേ ജർമ്മനി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കൺട്രിയാണ്. ഒരു സൈഡിൽ നിന്ന് പോയിട്ട് ഒരു ചെറിയ പോർഷൻ പോലെ ആവില്ല 3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ. ഞാൻ തന്നെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു 4-5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വീട്ടിലെത്തുന്നത്. അതും ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിൽ നിന്ന്. ഞാൻ ലാറ്റ്വിയയിൽ തിരിച്ച് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ലാറ്റ്വിയ എയർപോർട്ടിൽ ഞാൻ ചെന്ന് ഇറങ്ങിയാൽ ഫ്രണ്ടിൽ നിന്ന് ബസ് കിട്ടും. നേരെ ബസ്സിൽ കയറുക, ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഞാൻ വീടെത്തും.
അത് ചെറിയ കൺട്രി ആയിട്ടാട്ടോ. പിന്നെ വന്നപ്പോൾ തൊട്ട് ഇവരെല്ലാവരും കളിയാക്കുന്നുണ്ട്, ലാറ്റ്വിയ ചെറിയ കൺട്രി, ജർമ്മനി വലിയ കൺട്രി. പക്ഷേ ട്രാവലിങ് കുറച്ച് ടാസ്ക്കാണ്, ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇവർ പിന്നെ ശീലിച്ച് 1 hour 2 hour ആണ് ഇവർക്ക് വൺ സൈഡ് എവിടെ പോയാലും. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് 10 മിനിറ്റാണ് എല്ലായിടത്തോട്ടും. അപ്പോൾ ഞാൻ സെൻട്രലും കൂടിയാണ് ലാറ്റ്വിയയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകാനായിട്ടും ഔട്ടറിൽ പോയാലേ കുറച്ച് ലോങ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടുപ്പാട്ടോ ട്രെയിനിൽ ഇരിക്കുന്ന കാര്യം. പിന്നെ ഈ ഫോൺ ചാർജാണ് പ്രശ്നം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പിന്നെ വീട്ടിലോട്ട് ട്രാവലിംഗ് ആണെങ്കിലും ഉള്ളൂ. ഈ ഫുൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഫുൾ ഈ DBയിലാണ് അഥവാ ട്രെയിനിലാണ്. കുറച്ച് ടാസ്ക്കുള്ള പരിപാടി. പിന്നെ ഈ ട്രാൻസിറ്റ് പിടിക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. ഒരിടത്ത് ഇറങ്ങി അടുത്തടുത്ത് കയറുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. പിന്നെ ഇതാണ് എൻ്റെ ഹെയർ. ഇത് ഞാൻ സാൻഡ്രേനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച രാവിലെ ഇരുത്തി. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്, ബ്രാലറ്റ് വരുന്നുണ്ട്. ഇതാണ് ഓർണമെൻറ്റ്സ്. ഇതെൻ്റെ ലെതർ ജീൻസ്. ഇതെൻ്റെ അല്ല കേട്ടോ, അവളുടെയാണ്. ഇതും അവളുടെയാണ്. ഈ ഒരു കോട്ടും അവളുടെയാണ്. സിറ്റി ഓഫ് ലക്സംബർഗ്. എയറോപ്ലെയിനൊക്കെ വെച്ചേക്കാം. ഇവിടുത്തെ ടാക്സിയാണേ. ഇതാണ് ഇവിടുത്തെ ബസ്. അതാണ് ആ ഒരു കളർ നോക്കണേ. ഇവിടുത്തെ പീപ്പിൾസ് കുറച്ചും കൂടിയൊക്കെ സംസാരിക്കുന്ന ടൈപ്പാണ്. ലാറ്റ്വിയയിലെ പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ അധികം എങ്ങനെ ആൾക്കാരോട് സംസാരിക്കാത്ത ടൈപ്പാണ്. ഇതൊരു സ്ട്രീറ്റിലോട്ട് കയറിയുണ്ട്, നല്ല സ്ഥലേ. നോക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഒരു ലക്ഷറി ബ്രാൻഡ്സ് കിട്ടുന്ന സ്ട്രീറ്റാണ് ഇവിടെ. കൊച്ചി, കാറ്റിയാർ, അവിടെ ഡിയോർ ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ലൂയി വിറ്റോൺ. ഇങ്ങനെ ഒരു ലക്ഷറി സ്ട്രീറ്റിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുച്ചിയുടെ ഒക്കെ ഇവിടെ ഇരിക്കുന്ന ബാഗ്സൊക്കെ നോക്കൂ. ഇതിലേതാ വേണ്ട പറഞ്ഞു ഏത് വേണമെന്നുണ്ടെങ്കിൽ അത് മതിയോ? വില ചോദിച്ചാൽ ഞെട്ടും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ പോകുന്നു. കുഴപ്പമില്ല, പറയാൻ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിനക്ക് എൻ്റെ പൈസ ഒക്കെ നീ മേടിക്കാതല്ലേ. നമ്മളിപ്പം ആ ഒരു സ്ട്രീറ്റാണ്, അത് ഫുള്ള് ലക്ഷൂറിയസ് ബ്രാൻഡിൻ്റെ സ്ട്രീറ്റാണ്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഇതാണ് വ്യൂ. ഇത് കുറേ ഫ്ലാഗ്സും കാര്യങ്ങളുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് പിന്നെയും ഇവിടെ തന്നെ വന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെ ഇതാണ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാസിലാണത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ തിരിച്ചു വന്നു. കണ്ടോ, ഇവിടെ നമുക്ക് കുറേ ഫ്ലാഗ്സ് ഉണ്ട്, കാണാമോ? നമ്മൾ ഏതോ അണ്ടർ പാസിലോട്ടാണ് പോകുന്നത് ഗൈസ്. ഓ, ദിസ് ഈസ് ഓസം. നല്ല രസമില്ലേ വ്യൂ? ഇതൊരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ് കേട്ടോ, പക്ഷെ നല്ല ഭംഗിയില്ലേ? ഓ, ലുക്ക് അറ്റ് ദ ബ്രിഡ്ജ്. ഓ, ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് റോഡാണ്, അപ്പുറത്ത് നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് ബ്രിഡ്ജ്. നമ്മൾ ആ നമ്മളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഓഫ് യൂറോപ്പ് കാണാൻ പോയില്ലേ, അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള ബ്രിഡ്ജാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന്. നോക്കാം, ഈ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹൈറ്റ്. എനിക്കത് ഹൈറ്റ് പേടിയാ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊരു റോഡ് പോവുക. ആ റോഡിൽ നിന്ന് നമ്മളിങ്ങനെ താഴത്തോട്ട് ഹാങ് ചെയ്തിട്ടാണ് ഈ പാത്തുള്ളത്. ഇതിൻ്റെ താഴെ റോഡുണ്ട്. അത് നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ റിസ്ക്കിയാണ്. പക്ഷെ ഇത് കൊള്ളാമല്ലേ? നമുക്ക് സൈഡിലിങ്ങനെ ഇതിങ്ങനെ ഒരു തൂക്കുപാലം പോലെയാണ്, ബട്ട് ഭയങ്കര സ്റ്റിഫായിട്ടുള്ളൊരു തൂക്കുപാലം പോലെയാണ്, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ആടുന്നില്ല. പക്ഷേ ഇത് കൊള്ളാം, നല്ലൊരു ഐഡിയ. മുകളിൽ വേറെ പാത്തുണ്ട്, ഇവിടെ വേറൊരു പാത്തുണ്ട്. ഇവിടെ കൂടി നടക്കാം, സൈക്കിൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇവിടെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ വലിയ വണ്ടികളൊക്കെ ഫുള്ളും മുകളിൽ കൂടിയാണ് പോകുന്നത്. കൊള്ളാം. എഗെയിൻ കുറേ പാലസ്.
പാലസ് ഒരു വൈബുള്ള ബിൽഡിങ്സ് ആണ്. പാലസ് ആണോന്ന് എക്സാക്ട്ലി അറിയില്ല, പോയി നോക്കാം. അല്ലേ അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസസ്, എന്താ പറയുക, ഗവൺമെന്റ് ഓൺ പ്ലേസസ്, അങ്ങനത്തെ വല്ല സീനായിരിക്കും. ബിക്കോസ് കുറേ ഇതുപോലത്തെ ഒന്നിച്ച് വരില്ലല്ലോ. പിന്നെ പാലസ് ആണെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണേണ്ടതാ. ഇവിടെ അതൊന്നുമില്ല. നമ്മളിപ്പോൾ എവിടെയോ വന്നു. നമുക്ക് കയറിയിട്ട് അവിടുന്ന് എവിടുന്നാണ് നല്ലതായിട്ട് മേടിക്കാൻ പറ്റുക. ഇവിടെ 2 അഭയാർത്ഥികൾ ഇരിക്കുന്ന കണ്ടോ ഗൈസ്? നമുക്ക് അവിടെ പോയി നമുക്കൊരു സൊവനീർ കിട്ടുമോ നോക്കാം. നമ്മൾ തിരിച്ച് കിട്ടിയിട്ട് പോവാം. ലക്സംബർഗിൻ്റെ എവിടെ നോക്കിയാലും ഒരു ലക്ഷറി ഫീലാണ്. നോർമൽ യൂറോപ്യൻ കൺട്രി പോലെയല്ല, ഒരു വേറെ വൈബാണ്. പക്ഷെ അത് എന്താണെന്ന് എനിക്കങ്ങ് മനസ്സിലാവുന്നു. കിട്ടില്ലെന്നാട്ടോ ഇവിടുത്തെ എല്ലാ ലൊക്കേഷനും. ഒരു ഭയങ്കര ലക്ഷറിയസ് ഫീലുണ്ട് എല്ലാ ബിൽഡിങ്ങിനും, ആൾക്കാർക്കാണേലും ഒക്കെ. ഈ പള്ളിയിലാണ് നമ്മൾ ഓൾറെഡി കയറിയത്. ബസ് ഇറങ്ങി, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. വി ആർ ബാക്ക് ടു റെയിൽവേ സ്റ്റേഷൻ. നമ്മളിവിടെ നിന്ന് ട്രെയിൻ പിടിക്കുക, നേരെ ടിയറിലോട്ട് പോവാം. ടിയറിൽ നിന്ന് നേരെ എസ് എൻ. ടിയറിൽ ചെല്ലുമ്പം നമ്മുടെ കമ്പനിക്കാരെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ട്രെയിൻ കയറുന്നു, എസ് എൻ പോകുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അതിൻ്റെ പിയറായിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ കുറച്ച് കമ്പനിക്കാരെ കാണിച്ചു അവരെ അവിടെ ചിലപ്പോൾ കാണിച്ചു തന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിനി ബാക്ക് ടു ജർമ്മനിയാണ്. ലക്സംബർഗിലെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞു. ഗൈസ്, ഇതാണ് ഞങ്ങൾ ഇന്നലെ നിന്നുള്ള റൂം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കമ്പനിക്കാരെ കിട്ടിയെന്ന്, ഞാൻ കാണിച്ചു തരാം. ഇത് ആഗ്നസ്, പിന്നെ ഇത് ദേവിക. ഇവരൊക്കെയാണ് ഇന്നലെ കമ്പനിക്ക് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം രാവിലെ 7 മണിയായി. ഇന്നലെ പോകേണ്ടതായിരുന്നു ഞങ്ങൾ, പക്ഷേ ഇവരുടെ സ്നേഹം കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ നിന്നിട്ട് ഇന്നലെ രാവിലെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം രാവിലെ 7 മണിയായി. ഈ 7:30ക്കാണ് ട്രെയിൻ അല്ലേ വേറു? നേരെ എസെറ്റ്. ഓക്കെ ബൈ. അതെന്താണ് പറഞ്ഞ പാവം, എന്തോ ഡൂയി എന്നൊക്കെ പറയാൻ. ഡൂയി